ഡാ മോനെ, ഡാ പുന്നാര മോനെ, നീ ഇന്ന് ചാലക്കുടി ഡിവൈഎസ്പിയുടെ ഓഫീസിലേക്ക് പോയത് എന്തിനാടാ? നീ എന്തിനാ പോയത്? നീ ഇരിഞ്ഞാലക്കുട പോലീസ് സൂപ്രണ്ടിന്റെ ഓഫീസിൽ പോയിട്ട് ഒരു കള്ളപ്പരാതി കൊടുത്തു. ആർക്കെതിരെ നീ കള്ളപ്പരാതി കൊടുത്തത്? നീ 4 പവൻ സ്വർണം കടം വാങ്ങിച്ചു കൊണ്ടുവന്നതാ. 4 മാസം കഴിയുമ്പോ തിരികെ നൽകാന്ന് പറഞ്ഞിട്ട് അത് നീ കൊടുത്തില്ലേ? 1.5 വർഷം കഴിഞ്ഞു. ചോദിച്ചു വന്നു കഴിഞ്ഞപ്പോ നീ ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കി ആ പാവങ്ങളുടെ പേരിൽ ഒരു കള്ളപ്പരാതി കൊടുത്തു. നിങ്ങൾ കുറെ ഭീഷണിപ്പെടുത്തി. ഞാൻ അവർക്ക് വേണ്ടി ഇടപെടും എന്ന് നീ വിചാരിച്ചില്ല. അവരെന്റെ അടുത്ത വന്നത്. അവർക്ക് നിയമത്തിന്റെ ആനുകൂല്യം ലഭിച്ചേ മതിയാകൂ. അവരുടെ ഭാഗത്താണ് നീതി. നിന്റെ ഭാഗത്ത് ഒരൽപ്പം പോലും നീതിയില്ല. നീ ചെയ്യുന്നത് നിയമവിരുദ്ധ പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവരുടെ ഒപ്പം ഞാൻ നിൽക്കും. ഞാൻ നേതൃത്വം നൽകുന്ന ആ പ്രസ്ഥാനം നിലനിൽക്കും. ആ പ്രസ്ഥാനം നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. അവകാശ ദംശനങ്ങൾ നേരിടുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് ശക്തമായി നിലനിൽക്കും. അത് നയമാണ്, നയം, അടിയുറച്ച നയം. അല്പം പോലും മാറില്ല. ഞാൻ അവരുടെ വിഷയത്തില് ഇടപെടാനുള്ള കാരണം, ആരുടെ വിഷയത്തില്? നീ സ്വർണം വാങ്ങിച്ചെടുത്തിട്ട് അവറ്റങ്ങളെ ഭീഷണിപ്പെടുത്തി ഒഴിവാക്കാൻ നോക്കിയില്ലേ? വാടാനപ്പള്ളിയിലുള്ള ആ 4 സാധാരണക്കാരായ പാവങ്ങളെ അല്ലെ, അവർക്ക് വീട് വെക്കാൻ വേണ്ടി കരുതി വെച്ചിരുന്ന ഈ സ്വർണം, അതാണ് നീ തട്ടിച്ചെടുക്കാൻ നോക്കിയത്. അവർക്കെതിരെയാണ് നീ കള്ളപ്പരാതി കൊടുത്തത്. അവിടെ ഞാൻ ഇടപെടും. എന്നെ പോലുള്ള ആൾക്കാരൊക്കെ ഇനിയും വരും. പിന്നെ നീ എന്താടാ ഇന്ന് അവിടെ ചെന്ന് പറഞ്ഞത്? എടാ പുന്നാര മോനെ, നീ ബഹുമാനപ്പെട്ട ഡിവൈഎസ്പിയുടെ ഓഫീസിൽ കയറിയിരുന്നു. നീ എന്താടാ പറഞ്ഞത് എന്നെ കുറിച്ച്? ഞാൻ അറിഞ്ഞൂടാ. എനിക്ക് വേണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നിന്റെ പേരിൽ ഒരു പ്രൈവറ്റ് അന്യായം കൊടുക്കാനോ അതല്ലെങ്കിൽ പോലീസിൽ പരാതി കൊടുക്കാനൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ വരുന്നില്ല. കാരണം എടാ, ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലേ മിനിമം എന്റെ ഒപ്പം നിൽക്കാനെങ്കിൽ യോഗ്യത വേണം. മനസ്സിലായോ? എന്റെ ഒപ്പം നിൽക്കാനുള്ള യോഗ്യത വേണം നിനക്ക്. അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന ചവിട്ടിന്റെ ഒരു 10 അടി താഴെങ്കിലും നിൽക്കാനുള്ള യോഗ്യത വേണം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായടാ നിനക്ക്? ഞാൻ നിൽക്കുന്ന ചവിട്ടിന്റെ 10 ചവിട്ട് താഴെ നിൽക്കാനുള്ള യോഗ്യത നിനക്ക് ഉണ്ടായാൽ മതി. നിന്റെ പേരിൽ ഞാൻ പരാതി കൊടുത്താനെ. മനസ്സിലായോ നിനക്ക്? ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? പിന്നെ അത് പോകട്ടെ. ഇനി നീ ഇത്തരത്തിൽ ആവർത്തിച്ചാൽ, ഏത് ഇന്ന് ഈ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ നിർത്തിയിട്ട് ജോൺസൺ പുല്ലുത്തിയെ കുറിച്ച് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടല്ലോ, അത് നീ ഇനി ആവർത്തിച്ചാൽ എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം കേട്ടോ. നന്നായിട്ടറിയാം. നിനക്ക് മിടുക്കുണ്ടെങ്കിൽ, നീ ആണത്തുള്ളവനാണെങ്കിൽ നീ അത് ചെയ്യ്. ഞാനൊന്ന് കാണണ്ട. നീ ഒരു 5 വർഷം മുൻപേ നീയും നിന്റെ ഭാര്യയും കൂടിയിട്ട് എന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ നിനക്ക്? ഇതേപോലെ ഒരു വിഷയത്തിൽ ഞാൻ ഇടപെട്ടതാണ് കാരണം. അന്നും നീ ഓർക്ക്, 5 വർഷങ്ങൾക്ക് മുൻപേ നീ എന്റെ വീട്ടിലേക്ക്, കല്ലൂര് പുല്ലുത്തിലുള്ള എന്റെ വീട്ടിലേക്ക് നീ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നീ എന്റെ മക്കളോടും എന്റെ ഭാര്യയോടും എന്റെ സുഹൃത്തുക്കളോടും പറഞ്ഞത് എന്താന്ന് എനിക്ക് ഓർമ്മയുണ്ടോടാ? ഞാനൊക്കെ മറന്നോണം നീ കരുതിയത്. ഇനി ഒറ്റ താക്കിയത്, ഇന്ന് നീ ചാലക്കുടി ഡിവൈഎസ്പിയുടെ ഓഫീസിൽ ഇരുന്ന് നീ എന്നെന്തുകൊണ്ടും പറഞ്ഞോ? അവർക്കറിയാടാ എന്നെ. ഞാനൊരു മനുഷ്യാവകാശ പ്രവർത്തകനുണ്ടാ. മനസ്സിലായോ? ഒരുപാട് മനുഷ്യാവകാശ പ്രവർത്തകരെ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തനായ ഒരു മനുഷ്യാവകാശ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരാളുടെ അരിധിക്കും പണം ചോദിച്ചു പോയിട്ടുള്ളതുവരെ, ഏതെങ്കിലും വിഷയങ്ങളിൽ കേസ് കൊടുത്ത് പണം മേടിച്ച് ഒത്തുതീർപ്പുണ്ടാക്കിയിട്ടുള്ളതുവരെ, അനാവശ്യമായ ഒരു കാര്യം പറഞ്ഞ് ഒരു പോലീസ് സ്റ്റേഷനിലേക്കും ഈ നിമിഷം വരെ കയറി ചെന്നിട്ടുള്ള അത് ഈ കേരളത്തിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിയാം. മനസ്സിലായോ? പിന്നെ നീ ചെന്ന് വിളമ്പുമ്പോ നീയൊക്കെ എന്ത് വിചാരിച്ചത്? നീ വിളമ്പിയതൊക്കെ അവരെ ഏറ്റെടുത്തുന്നോ? നാണം കെട്ടവൻ. താക്കീതല്ല. താക്കീത് നീ ഇന്ന് ചാലക്കുടി ഡിവൈഎസ്പിയുടെ ഓഫീസിൽ വെച്ചിട്ട് നീ എന്റെ മകനെ കുറിച്ച് പറഞ്ഞു, എന്റെ 2 ആൺമക്കളെ കുറിച്ച് നീ പറഞ്ഞിട്ടുണ്ട്. അത് നിന്റെ ഗതികേടാ പൊന്നു മോനെ. നീ ആരെ വെള്ളം എന്തുകൊണ്ടും പറഞ്ഞ? എന്റെ മക്കളെ പറഞ്ഞ, എന്റെ മക്കളെ നീ പറഞ്ഞ നീ വിവരം അറിയും. ഇവര് നല്ല മാന്യമായിട്ട് ജീവിക്കുന്നവരാണ്ടാ. നിനക്കൊക്കെ എന്തും വിളിച്ചു പറയാമോ? ഇതടാ നിന്റെയൊക്കെ കുഴപ്പം. നിന്റെയൊക്കെ തല തിരിഞ്ഞു പോയതും നിന്റെയൊക്കെ ജീവിതം വഴി പഴിച്ചു പോയതും നിന്റെ ഇത്തരം സ്വഭാവം കാരണം കൊണ്ടാ. നിന്നെ എതിർക്കുന്ന ആൾക്കാരെ കുറിച്ച് അനാവശ്യങ്ങൾ പറയാ.
അതല്ലെങ്കിൽ അപവാദം പറയാ. ഇതല്ലേ നിന്റെ സ്ഥിരം തൊഴില്. ഈ കഴിഞ്ഞ ദിവസം ആ പാവങ്ങൾ എൻ്റെ അടുത്തേക്ക് പരാതി എഴുതാൻ വന്ന ഒരൊറ്റ കാരണം കൊണ്ടല്ല നീ ഞാൻ ഊണ് കഴിക്കാൻ വന്നെത്തുമ്പോൾ നീ എന്റെ വീഡിയോ എടുത്തത്. ഞാൻ ആ വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്യണം നിനക്ക്. ഞാനത് വേണ്ടെന്ന് കരുതിയിട്ടോ. പിന്നെ ഇനി നീ എന്നെ കൊണ്ട് വീഡിയോ ചെയ്യാൻ അവസരം ഉണ്ടാക്കരുത്. ഉണ്ടായാൽ നിന്റെ ചരിത്രം മുഴുവൻ ഞാൻ ഇവിടെ വിളമ്പും. മനസ്സിലായി? നീ ജനിക്കണ കാലം തൊട്ടുള്ള നിന്റെ ചരിത്രം മുഴുവൻ ഞാൻ ഈ പൊതുജനങ്ങളുടെ മുമ്പിൽ നിന്റെ പേരെടുത്ത് വിളിച്ചു പറയാൻ. നീ 5 വർഷം മുൻപേ ഞാൻ ശാരീരികമായി തളർന്നിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എനിക്ക്. എന്റെ മക്കളോടും പറഞ്ഞ വാക്ക് ഞാൻ മറക്കുമെന്ന് നീ കരുതിയോ? അത് നീ ഇന്ന് ആവർത്തിച്ചു. ഇന്ന് നീ ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ആവർത്തിച്ചു. ഇനി 3ാമതൊരു തവണ നീ അത് ആവർത്തിച്ചാൽ ഇത് താക്കീതടാ. ഇത് താക്കീത്. ചെറുപ്പം തൊട്ടേ പൊതുരംഗത്ത് പ്രവർത്തിച്ച് ഒന്നവണ ഞാൻ ആ വീര്യം കാണണമെങ്കിൽ നിനക്ക് ഈ ഞരമ്പ് മുറിക്കേണ്ടി വരും. അപ്പൊ മനസ്സിലാവും ആ വിപ്ലവ വീര്യം എന്താന്നുള്ളത്. അത് നിനക്ക് മനസ്സിലാവും. മനസ്സിലാക്കി തരും ഞാൻ. ഇത് ഭീഷണി തന്നെയാ. നിനക്ക് കഥ പറ്റുള്ളൂ. അല്ലാണ്ട് നിന്നെ പോലെ ഒരുത്തിനോടൊക്കെ അയ്യേ നാണക്കേടാടാ നാണക്കേട്. നീയൊക്കെ ആ സ്റ്റേഷനിൽ നിന്ന് വിളമ്പിയ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അവര് അതൊക്കെ അങ്ങോട്ട് വിശ്വസിച്ച് ഇപ്പൊ എന്റെ നേരെ വല്ല കുഴപ്പമുണ്ടാക്കുന്നതാണോടാ പൊട്ടാൻ നീ കരുതിയത്? ആണോടാ വിവരദോഷി? ഈ കേരളത്തിൽ നിന്നെ പോലെ അല്ലെങ്കിൽ നിനക്ക് വേണ്ടി കൊട പിടിക്കുന്നില്ലേ അവരെ പോലെ ഇത്ര വൃത്തികെട്ട ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ള വേറെ. നാണം മാനമില്ലാത്തവൻ. ഇത് നിനക്കുള്ള താക്കീതാട്ടാ. ഇനി എനിക്കിതുപോലെ വീഡിയോ ചെയ്യാനുള്ള അവസരം ഉണ്ടായാൽ നീയായിട്ട് ഉണ്ടാക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിന്റെ ചരിത്രം മുഴുവൻ രേഖകൾ സഹിതം വിളമ്പും ഞാൻ ഈ സമൂഹത്തിന് മുമ്പിലേക്ക്. ഇതുവരെ ഞാൻ നിന്റെ പേര് പറഞ്ഞില്ല. അത് പേര് പറയാത്തതേ നിന്റെ പോലെ അല്ലടാ. കുടുംബത്തിൽ ജനിച്ചവനാ. മനസ്സിലായോ? നിന്റെ പോലെയല്ല. ഞാൻ ഇതിൽ കൂടുതലൊന്നും പറയുന്നില്ല. ഇനി പറയാൻ അവസരം നീ ഉണ്ടാക്കരുത്. നീ പോലീസ് ഉദ്യോഗസ്ഥരെ അടുത്തുനിന്നല്ല. നീ വേറെ എവിടെ പോയി എന്തൊക്കെ പറഞ്ഞാലും എന്റെ തല ഇരുമ്പഴേ അത്യാവശ്യം രോമം കൊഴിഞ്ഞു പോകാറുണ്ട്. അതിന് കൊടുക്കുന്നൊരു വിലയുണ്ടല്ലോ, അതുപോലും നിനക്കില്ല. അതിനുള്ള യോഗ്യത നിനക്കില്ല. ഞാൻ നിൽക്കുന്ന ചവിട്ടിന്റെ ഒരു 10 ചവിട്ട് താഴെ നീ നിന്നാലും നിനക്ക് അതിനുള്ള യോഗ്യത ഇല്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അത് നീ തിരിച്ചറിയണം. ഇനി നാളെ മേലാക്ക ഞാൻ ഒരിക്കൽ കൂടി പറയാം. എന്റെ മക്കളെ അവര് നല്ല രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവരും അത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരും അവര് നാട്ടിൽ മാന്യമായി ജീവിക്കുന്നവരും അന്തസ്സായിട്ട് പോകുന്നവരാടാ. നിന്റെ പോലെ അല്ലടാ. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിനക്ക് വിഷമാവും. എന്റെ മകന് കണ്ണിന് കാഴ്ചയില്ലാന്നോ? കള്ളക്കഴുവേറി. ആരാണ്ടാ നിന്നോട് പറഞ്ഞത്? ഞാൻ എന്താ പറഞ്ഞു നിർത്തിയെന്നറിയോ നിനക്ക്? നിന്റെ കൊച്ചിന് മനസ്സിലായോ? RCCയിൽ കിടന്നു എന്നൊക്കെ പറഞ്ഞിട്ടേ പിരിവെടുത്ത കഥ ഞാൻ പറയണോ? ഇനി എന്നോട് പറയിപ്പിക്കരുത് കേട്ടോ. പാലപ്പള്ളിയിലേക്ക് ഒരാളെ വിളിച്ചതൊക്കെ ഓർമ്മയുണ്ടോ നിനക്ക്? അങ്ങനെ പല കാര്യങ്ങളും പറയേണ്ടി വരും. അപ്പോ എവിടെയെങ്കിലൊക്കെ പോയി വൃത്തികേട് വിളമ്പുമ്പോ ആലോചിക്കണം അത് അവനവനിലേക്ക് തന്നെ തിരിച്ചു വരുന്നുള്ളത്. മനസ്സിലായോ? ഇനി മേലാക്കണ്ടാവട്ടെ കേട്ടോ. കാണാം, നമുക്ക് കാണാം കേട്ടോ. ഇനി മേലാൽ എന്റെ നേരെയോ എന്റെ മക്കൾക്ക് നേരെയോ എന്റെ പ്രസ്ഥാനത്തിന് നേരെയോ എന്റെ സഹപ്രവർത്തകർക്ക് നേരെയോ ഇത്തരത്തിൽ നീ സംസാരിക്കാൻ വരുമ്പോ നീ ഒരുപാട് സൂക്ഷിക്കണം. മനസ്സിലായോ? ഞാൻ നിൽക്കുന്നതിന്റെ 10 ചവിട്ട് താഴെ നീ നിൽക്കുന്നുണ്ടെങ്കിൽ എന്റെ മക്കള് നിൽക്കുന്നതിന്റെ 100 ചവിട്ട് താഴെ നിൽക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ലടാ. വൃത്തികെട്ടവനെ. ഇനി എന്നോട് പറയിപ്പിക്കരുത്. ഇനി പറയിപ്പിച്ചാൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നിന്റെ ചരിത്രം മുഴഞ്ഞ വിളമ്പും. രേഖകളുടെ അടിസ്ഥാനത്തിൽ വിളമ്പും. മനസ്സിലായോ? കാണാം നമുക്ക്. നീ എന്തൊക്കെ പറഞ്ഞാലും നീ കള്ളപ്പരാതി കൊടുത്തു. നീ പോലീസിനെ കബളിപ്പിച്ചു. നീയും നിന്റെ ഭാര്യയും കൂടിയിട്ട് 4 പവൻ സ്വർണം കൊടുക്കാതിരിക്കാൻ വേണ്ടി ആ പാവങ്ങൾക്കെതിരെ കള്ളപ്പരാതി കൊടുത്തു. അത് ഔദ്യോഗികമായ രേഖകളുണ്ട്. തെളിയിക്കുന്ന രേഖകൾ എന്റെ കൈവശമുണ്ട്. അതുകൊണ്ട് കള്ളപ്പരാതി കൊടുത്ത് പോലീസിനെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം നീ പറഞ്ഞേ പറ്റും. നാളെ മേലാൽ
ഒരാൾക്ക് നേരം ഇത്തരത്തിലുള്ള കള്ളപ്പരാതി നീ കൊടുക്കാൻ പാടില്ല. നീ ഇതിനു മുൻപ് കള്ളപ്പരാതി കൊടുത്തതും നിങ്ങൾ ഒത്തുചേർന്ന് കള്ളപ്പരാതി കൊടുത്തതും അത് അങ്കമാലി കോടതിയിൽ ഒത്തുതീർപ്പുണ്ടാക്കിയതും അതിന്റെയൊക്കെ ഔദ്യോഗിക രേഖയുണ്ട് എന്റെ കയ്യില്. നീ എന്ത് വിചാരിച്ച് നിന്റെ പോലെ ഈ ഉഡായ്പ മത്തങ്ങയായിട്ട് നടക്കണ പണിയല്ല എന്റെ. മനസ്സിലായോ? എടാ, ഒരു വക്കീല് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പഠിക്കണം ഒരു മനുഷ്യാവകാശ പ്രവർത്തകനായി മുന്നോട്ട് പോണെങ്കിൽ. മനസ്സിലായോ നിനക്ക്? ഒരു വക്കീല് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പഠിക്കണം നല്ലൊരു മനുഷ്യാവകാശ പ്രവർത്തകനായി മുന്നോട്ട് പോകണമെങ്കിൽ. എന്നോട് കളിക്കാൻ വരുമ്പോ എന്റെ പൊന്നു മോനെ, പൊന്നാര മോനെ, നീ സൂക്ഷിക്കണം കേട്ടോ. ഇനി നിന്റെ പിന്നിലുണ്ട്. നീ ഇനി ഈ നാട്ടിൽ ഒരാളെ പോലും പറ്റിക്കാൻ നിന്നെ അനുവദിക്കില്ല ഞാൻ. നോക്കിക്കോ, കാണാം നമുക്ക് കേട്ടോ.